ഹലോ ഓൾ, വെൽക്കം ടു താഹു CS മന്ത്ര. ഇന്ന് നമ്മൾ പ്രോഗ്രാമിംഗ് ഇൻ സി കോഴ്സിൻ്റെ ഒരു ബിഗിനിങ് വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിംഗ് ഇൻ സി കോഴ്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഴ്സും രണ്ടും കൂടി പാരലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ഇൻ സിയുടെ ഒരു ബിഗിനിങ് വീഡിയോ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ സി പ്രോഗ്രാമിങ്ങിലെ കൺസെപ്റ്റിലേക്ക് കടക്കുന്നില്ല, പകരം അതിന് മുന്നേ ഉള്ള ഒരു കുറച്ച് ഏതൊക്കെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അതിനെ പറ്റിയിട്ടൊക്കെയുള്ളൊരു ഇൻട്രോ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പം എവിടെ നോക്കിയാലും നമ്മളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ എവിടെ നോക്കിയാലും നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കാണാം. കമ്പ്യൂട്ടറിന് നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ഇപ്പോൾ ഡെയിലിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് ഇനിയിപ്പോൾ എല്ലാം ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും കുറച്ച് നാളത്തേക്ക്. അതിപ്പോൾ സ്കൂളിലാണെങ്കിലും യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും എല്ലായിടത്തും. അപ്പം എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും നമ്മൾ കമ്പ്യൂട്ടർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിൽ, ബാങ്കിങ്ങിലാണെങ്കിലും ഗവൺമെൻറ് ഓഫീസസിൽ, ഹോമിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വീഡിയോസ് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ്, അങ്ങനെ എന്തിനാണെങ്കിലും നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ സ്റ്റുഡൻസിന് കോളേജിൽ ലാബ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒരു യൂസറിന് ഈസിലി നമുക്ക് കമ്പ്യൂട്ടർ എടുത്ത് ആക്സസ് ചെയ്യാം. അത് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് അത്യാവശ്യം നോളജൊന്നും ഇല്ലാത്തൊരു കോമൺ പീപ്പിളിനാണെങ്കിൽ പോലും കമ്പ്യൂട്ടർ ഇപ്പം യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും യൂസർ ഫ്രണ്ട്ലി ആണ് ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല ഇനിഷ്യലി കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിരുന്ന സമയത്ത്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിനെ ആക്ച്വലി ഒരു പ്രോഗ്രാമബിൾ മെഷീൻ എന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴും ഒരു മെഷീനാണ്, അത് നമുക്കറിയാം. അത് പ്രോഗ്രാമബിൾ മെഷീൻ എന്ന് പറയാൻ കാര്യം നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു യൂസറിന് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോഗ്രാം വേണം. ആ പ്രോഗ്രാം വഴിയായിരിക്കും ആ യൂസർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാം എഴുതും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്ന് വെച്ചാൽ കുറേ ലൈൻസ് ഓഫ് കോഡായിരിക്കും. ആ കോഡ് എഴുതണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു ലാംഗ്വേജ് വേണം. ഞാനിപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ട്, അവളിപ്പോൾ വേറൊരു ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ എനിക്ക് അവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ത്രൂ കത്ത് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് കത്ത് എഴുതണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലാംഗ്വേജ് വേണം. ഇപ്പോൾ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദി എനിക്കും അവൾക്കും അറിയാവുന്ന ഒരു കോമൺ ലാംഗ്വേജിൽ വേണം എനിക്ക് കത്ത് എഴുതാൻ. എന്നാൽ മാത്രമേ എനിക്ക് അവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സെയിം സിനാരിയോ തന്നെയാണ് ഇവിടെ യൂസറിന് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രോഗ്രാം വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അങ്ങനെ പ്രോഗ്രാം എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു ലാംഗ്വേജ് വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ ഉള്ള മൊത്തത്തിലുള്ള ലാംഗ്വേജസിന് നമുക്ക് ലോ ലെവൽ ലാംഗ്വേജ്, മിഡിൽ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, അങ്ങനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യം നമുക്ക് ലോ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ലോ ലെവൽ ലാംഗ്വേജിൽ തന്നെ നമുക്ക് മെഷീൻ ലാംഗ്വേജും ഉണ്ട്, അസംബ്ലി ലാംഗ്വേജും ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ മെഷീൻ ലാംഗ്വേജിനെ കൺസിഡർ ചെയ്യാം. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, മെഷീനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. ആ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് ഒരു സെറ്റ് ഓഫ് ബൈനറി സ്ട്രിങ്സ് ആയിരിക്കും. ബൈനറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, സീറോസും വൺസും മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ സീറോസും വൺസും വെച്ച് കോഡ് എഴുതുന്നതിനെയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നമ്മൾ ബൈനറിയിൽ കോഡ് എഴുതുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഏർലിയർ കേസിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ കമ്പ്യൂട്ടറൊക്കെ ആയ സമയത്ത് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് ഈ ബൈനറി കോഡായിരുന്നു. എന്ന് വെച്ചാൽ മെഷീൻ ലാംഗ്വേജ് വഴിയായിരുന്നു യൂസർ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ യൂസർ കുത്തിയിരുന്ന് എന്തിൻ്റെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ബൈനറി കണ്ടുപിടിച്ച് അത് എഴുതിയാണ് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
കാര്യം കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാകുന്ന ഭാഷ എന്ന് പറയുന്നത് ഈ മെഷീൻ ലാംഗ്വേജ് ആണ്. കാര്യം ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അപ്പം അതിൽ എന്താണ് രണ്ട് കണ്ടീഷനുകൾ, ഓൺ ഓഫ് അങ്ങനത്തെ രണ്ട് കണ്ടീഷനുകൾ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, ആ ഒരു കണ്ടീഷനാണ് ഇലക്ട്രോണിക് ഡിവൈസ് ഏതാണെങ്കിലും വർക്ക് ചെയ്യണത്. ഇപ്പം കമ്പ്യൂട്ടർ അല്ല, ഇപ്പോൾ ഫാൻ ആണെങ്കിൽ, വാഷിംഗ് മെഷീൻ ആൻഡ് ഫ്രിഡ്ജ്, എല്ലാത്തിനും ഓണോ ഓഫ് അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. രണ്ട് ഹൈ സിഗ്നലും ഒരു ലോ സിഗ്നലും. അതുകൊണ്ടിട്ട് തന്നെയാണ് മെഷീൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് ബൈനറി നമ്പേഴ്സ് കൊടുത്താൽ അല്ലെങ്കിൽ ബൈനറി കോഡ് കൊടുത്താൽ മാത്രം മെഷീൻസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഇയർലിയർ കേസിൽ യൂസ് ചെയ്തിരുന്നുകൊണ്ടിരുന്നത് മെഷീൻ കോഡായിരുന്നു. മെഷീൻ കോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബൈനറി കോഡ്സ്, അതിൽ സീറോസും വൺസും വെച്ചിട്ടായിരുന്നു നമ്മൾ കോഡ് എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ എന്താണ് അത് നമ്മളിപ്പോൾ മെഷീൻ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കാര്യം അവിടെ കൺവേർഷൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. യൂസർ പ്രോഗ്രാം കൊടുക്കുന്നു, അത് നോക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലാണ് കൊടുത്തേക്കുന്നത്, ബൈനറി കോഡിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നു കറസ്പോണ്ടിങ് വർക്ക് എന്താണെന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ യൂസറിൻ്റെ അടുത്ത് ഇപ്പം ഒരു ഹലോൻ്റെ ബൈനറി കോഡ് എഴുതി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ ബൈനറി കോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും ലെങ്ത് ഉള്ള ഒരു ബൈനറി സ്ട്രിങ് ആണ്. അത് നമുക്ക് റിമെമ്പർ ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ നമ്മളുടെ അടുത്ത് എന്താണ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ ബൈനറി കോഡ് അല്ലെങ്കിൽ മെഷീൻ കോഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യും. ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോയേ ഇല്ല. കാര്യം അതെന്ന് പറയുമ്പം ഹലോയ്ക്ക് അത്രയും കോഡ്സ് വരുമ്പോൾ ആഡ് 2 നമ്പേഴ്സിൻ്റെ ബൈനറി കോഡ് എഴുതാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് വലിയ ടാസ്ക് ആയിരിക്കും എന്നെ പോലെയൊക്കെ ഉള്ളവർക്ക്. അപ്പോഴാണ് എന്താണ് വേറെ മെഷീൻ കോഡ് വെച്ചിട്ട് ഒരു യൂസറിന് എപ്പോഴും കോഡ് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടിട്ടാണ് അടുത്ത ലെവൽ ഓഫ് ലാംഗ്വേജിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അത് മാത്രമല്ലാതെ മെഷീൻ കോഡിന് വേറൊരു പ്രോബ്ലം ഉണ്ട്. ഈ മെഷീൻ കോഡ് എന്ന് പറയുന്നത് ഓൾറെഡി മെഷീൻ കോഡിൽ ഒരു യൂസറിന് പ്രോഗ്രാം എഴുതുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്, ഒരു ഹ്യൂജ് ടാസ്ക്കാണ് ഒരു യൂസറിനെ സംബന്ധിച്ച് ഒരു മെഷീൻ കോഡിൽ പ്രോഗ്രാം എഴുതുക എന്നുള്ളത്. അതിനപ്പുറത്തേക്കായിട്ട് മെഷീൻ കോഡ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. മെഷീൻ ഡിപ്പെൻഡൻ്റ് മീൻസ് അതിൻ്റെ പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മൾ കൊടുക്കുന്ന കോഡ് പ്രൊസസ്സറാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എഴുതുന്ന കോഡ് ഓരോ കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ മാറുന്നതനുസരിച്ച് കോഡ് നമ്മൾ മാറ്റി എഴുതിക്കൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചിലപ്പം കൊടുത്തേക്കുന്ന കോഡ് അടുത്ത രണ്ടാമതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യണം എന്നില്ല. അത് ചിലപ്പോൾ നമ്മൾ മൂന്നാമതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്ത് അതിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഓരോ കമ്പ്യൂട്ടറിനും അനുസരിച്ച്, ഓരോ പ്രൊസസ്സർ അല്ലെങ്കിൽ ഓരോ ഹാർഡ്വെയർ കമ്പോണൻസിനും അനുസരിച്ച് നമ്മൾ വേറെ വേറെ കോഡ് എഴുതിക്കൊണ്ടിരിക്കണം. ഇപ്പോഴൊക്കെ നമ്മൾ ലാബിലാണെങ്കിൽ നമ്മൾ കോളേജിൽ ഇപ്പോൾ ലാബിന് എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പഠിക്കുന്ന കുട്ടി ചെയ്യുമ്പോൾ അവളുടെ കോപ്പി ചെയ്ത് നമ്മൾ പല ടൈപ്സ് കോപ്പി ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. പെൻഡ്രൈവ് വഴി, കമാൻഡ് വഴിയൊക്കെ കോപ്പി ചെയ്ത് അടുത്ത സിസ്റ്റത്തിലേക്ക് ഇട്ടാണ് നമ്മളൊക്കെ കാണിക്കാറുള്ളത്. പക്ഷേ ബൈനറി കോഡിലായിരുന്നു എഴുതുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നടക്കില്ല. കാര്യം ഒരു കമ്പ്യൂട്ടറിൽ ചിലപ്പം വർക്ക് ചെയ്യുന്ന കോഡ് അടുത്ത കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യില്ല. കാര്യം അത് ഓരോ ഹാർഡ്വെയറിനനുസരിച്ച് നമ്മൾ മാറ്റി എഴുതി കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഓൾറെഡി നമുക്ക് ബൈനറി കോഡിൽ കോഡ് എഴുതുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതിൻ്റെ കൂടെ തന്നെ അത് മെഷീൻ മാറുന്നതനുസരിച്ച്, ഹാർഡ്വെയർ മാറുന്നതനുസരിച്ച് സെപ്പറേറ്റ് കോഡ് എഴുതിക്കൊണ്ടിരിക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരെ കൊണ്ടും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ടിട്ടാണ് അടുത്ത ലെവൽ ഓഫ് ലാംഗ്വേജ് ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ് വന്നത്. ഓക്കെ, അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നതും ഒരു ലോ ലെവൽ ലാംഗ്വേജ് തന്നെയാണ്. പക്ഷേ ഇവിടെ ആ ബൈനറി സ്ട്രിങ്സ് മാറ്റിയിട്ട് കുറേ സിമ്പിൾസ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും, കുറച്ച് വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ആ ബൈനറി സ്ട്രിങ്സിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഈ അസംബ്ലി കോഡിന് എന്താണ് സിംബോളിക് മെഷീൻ കോഡ് എന്നും പറയും. മെഷീൻ കോഡ് തന്നെയാണ്, പക്ഷെ അവിടെ നമ്മൾ ബൈനറി സ്ട്രിങ്സിന് പകരം കുറേ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളോട് ആഡ് 2 നമ്പേഴ്സിൻ്റെ അസംബ്ലി കോഡ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ അതിന് കുറേ ഒരു ലോങ് ഒരു ബൈനറി സ്ട്രിങ് ആയിരിക്കും. അതിന് പകരം നമുക്ക് ആഡ് എ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് അസംബ്ലി കോഡായി. അവിടെ എയിലും ബിയിലും നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് നമുക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂസിനെയൊക്കെ എടുത്ത് വെക്കണം. അതിൻ്റെ കോഡ് വേറെ കൊടുക്കണം. പക്ഷെ ആഡ് എ 2 നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ
അതിനുള്ള കറസ്പോണ്ടിങ് അസംബ്ലി കോഡ് എന്ന് പറയുന്നത് ആഡ് A, B എന്നായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അത് മെഷീൻ കോഡിനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പം ആഡ് AB എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസമുണ്ട്. പക്ഷേ ഒരു യൂസറിന് അസംബ്ലി കോഡ് എഴുതണമെങ്കിലും കുറേ ലോട്ട്സ് ഓഫ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അസംബ്ലി കോഡാണെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആലോചിക്കുക, അസംബ്ലി കോഡ് ഉണ്ടല്ലോ, ഓക്കെ, മെഷീൻ കോഡിനെക്കാളും ഭയങ്കര ബെറ്റർ ആണ് അസംബ്ലി കോഡ്, കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഉള്ള ലാംഗ്വേജസ്, മിഡിൽ ലെവൽ, ഹൈ ലെവൽ ലാംഗ്വേജസിലേക്ക് നമ്മൾ എന്നിട്ട് പിന്നെയും പോയി എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. നമുക്കത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ യൂസർ എന്ത് ചെയ്തു, അസംബ്ലി കോഡിൽ പ്രോഗ്രാമൊക്കെ എഴുതി കമ്പ്യൂട്ടറിന് കൊടുത്തു. കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവോ? ഇല്ല. കാര്യം കമ്പ്യൂട്ടറിന് ആകെ അറിയാവുന്ന കോഡ് മെഷീൻ കോഡാണ്. സീറോസും വൺസിൽ എന്ത് കോഡ് വന്നാലേ അത് കയറി എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. കമ്പ്യൂട്ടർ അപ്പോൾ ആകെ ബ്ലിങ്കസ്യ വണ്ടടിച്ച് നിൽക്കും, ഇത് ഏത് കോഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കവിടെ അസംബ്ലി കോഡിൽ, ഒരു യൂസർ അസംബ്ലി കോഡിൽ എഴുതിയ കോഡിനെ എന്താക്കണം, കമ്പ്യൂട്ടറിൽ റൺ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിനെ മെഷീൻ കോഡാക്കി മാറ്റണം. അപ്പം മാറ്റാൻ ഒരാളിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ വേറൊരു കൺട്രിയിൽ പോയി, ഞാനിപ്പോൾ ചൈനയിൽ പോയി, എനിക്ക് ആകെ അറിയുന്നത് മലയാളം മാത്രമാണ്. അപ്പോൾ അവിടുത്തെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ പറയണ മലയാളത്തിനെ കൺവേർട്ട് ചെയ്ത് അവിടുത്തെ ലാംഗ്വേജിലേക്ക് ആക്കാൻ ഇടയ്ക്കൊരു ഇൻ്റർമീഡിയറ്റ് ഒരാളിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ അസംബ്ലി കോഡിനെ കറസ്പോണ്ടിങ് മെഷീൻ കോഡാക്കാൻ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. അയാളാണ് അസംബ്ലർ. അപ്പോൾ അസംബ്ലറിൻ്റെ ഫങ്ഷനാലിറ്റിയാണ് എന്ത് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ അസംബ്ലി കോഡിനെ കറസ്പോണ്ടിങ് മെഷീൻ കോഡാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പം മെഷീൻ കോഡാക്കി കൊടുത്തു കഴിയുമ്പോൾ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അസംബ്ലി കോഡ് ഉണ്ടായിട്ടും നമ്മൾ മിഡിൽ ലെവൽ ലാംഗ്വേജിലേക്കും ഹൈ ലെവൽ ലാംഗ്വേജും ഡെവലപ്പ് ചെയ്ത് എന്നുള്ളത്. ഈ അസംബ്ലി കോഡിനും ഒരു പ്രോബ്ലം ഉണ്ട്. അതാണ്, ഇതും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ മെഷീൻ കോഡിനെ പോലെ തന്നെ ഈ അസംബ്ലി കോഡ് എന്ന് പറയുന്നതും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഓരോ ഹാർഡ്വെയർ മാറുന്നതനുസരിച്ചും നമ്മൾ എന്താണ് കോഡ് മാറ്റി എഴുതിക്കൊണ്ടേ ഇരിക്കണം. ഓരോ സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ കോഡ് റീറൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത മിഡ് ലെവൽ ലാംഗ്വേജിലേക്ക് പോയത്. മിഡ് ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിളാണ് C++ ഒക്കെയാണ് മിഡ് ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾ. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിനെന്ന് പറയുമ്പോഴത്തേക്കും ലോ ലെവൽ ലാംഗ്വേജസിന്റെ ഫീച്ചറും ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഫീച്ചറും ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് സെയിം ടൈം എന്താണ് ഹ്യൂമൻ ഫ്രണ്ട്ലി ആണ്. എന്നാൽ നമുക്ക് ഈ മിഡിൽ ലെവൽ ലാംഗ്വേജ് വെച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ ആക്സസ് ചെയ്യുന്ന കോഡ്സ് ഒക്കെ എഴുതുകയും ചെയ്യാം. നമുക്കിപ്പം സിയിൽ നമുക്ക് പോയിന്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് മെമ്മറീനെയൊക്കെ ആക്സസ് ചെയ്യാം. മെമ്മറി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പോണൻസ് ആണ്. അപ്പം മിഡ് ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്കും ലോ ലെവൽ ലാംഗ്വേജിന്റെയും കുറച്ച് ഫീച്ചർ ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജിന്റെയും കുറച്ച് ഫീച്ചർ ഉള്ളതാണ് മിഡ് ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ എന്ന് വെച്ചാൽ രണ്ടിന്റെയും ഫീച്ചർ ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ഈ മിഡ് ലെവൽ ലാംഗ്വേജ് വെച്ചിട്ട് ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യാം, എന്നാൽ സിസ്റ്റം സോഫ്റ്റ്വെയർസും ഡെവലപ്പ് ചെയ്യാം. സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡ് ലെവൽ ലാംഗ്വേജ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന റൂബി, പൈത്തൺ, പേൾ അതെല്ലാം എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്നതാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹ്യൂമൻ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ്. നമുക്ക് യൂസറിന് അത് പെട്ടെന്ന് എന്താണ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, പെട്ടെന്ന് കോഡ് എഴുതാൻ പറ്റുന്ന ലാംഗ്വേജസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. എന്ന് വെച്ചാൽ അതിൻ്റെ സിൻടാക്സ് എല്ലാം നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജസായിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ അതിനകത്ത് എന്താണ് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീബഗ് ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ ഒരു മെഷീൻ കോഡിൽ എറർ വന്നു കഴിഞ്ഞാൽ അതിലാകെ 1s ഉം 0s ഉം ഉള്ളു. അത് ഡീബഗ് ചെയ്ത് അതിൽ എറർ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹ്യൂജ് ടാസ്ക് ആണ്. പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജസിന്റെ കേസിൽ എന്തെങ്കിലും എറർ വന്നാൽ തന്നെയും നമുക്ക് ഈസി ആയിട്ട് അത് ഡീബഗ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. യൂസർ ഇപ്പോൾ ഒരു കോഡ് എഴുതി, അത് ഒന്നുകിൽ മിഡ് ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള സിയിൽ എഴുതാം, അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള പൈത്തണോ ഏതിലെങ്കിലും കോഡ് എഴുതി. അതെന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. കമ്പ്യൂട്ടറിന് അത് മനസ്സിലാകുന്നില്ല, കാരണം കമ്പ്യൂട്ടറിന് ആകെ മെഷീൻ കോഡ് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പോണന്റ് വേണം. അത് നമുക്ക് ഒന്നെങ്കിൽ കമ്പൈലറിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിനെ യൂസ് ചെയ്യാം. അപ്പൊ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിന്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്
എന്താണ് നമ്മളുടെ മിഡ് ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കുക, മെഷീൻ കോഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിന്റെ ഫംഗ്ഷനാലിറ്റി. രണ്ടും ഒരു സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ എന്നാലും അവർക്കിടയിൽ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണല്ലോ നമ്മൾ കമ്പൈലർ ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് 2 കമ്പോണന്റ് ആയിട്ടാണ് പഠിക്കുന്നത്. ഇനി എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. കമ്പൈലർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ എൻ്റെ ഒരു സി പ്രോഗ്രാം hello.c എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സി ഫയൽ ഉണ്ടെന്ന് വെച്ചു. നിങ്ങൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുക hello.c. അവിടെ ഞാൻ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സി പ്രോഗ്രാം hello.c. അതിനകത്തുള്ള കോഡ് കമ്പൈലർ ആയിരുന്നെന്നുണ്ടെങ്കിൽ എൻ്റെ ആ സി പ്രോഗ്രാം ഫയലിനകത്ത് hello.cയിലെ ഫുൾ ലൈനും വായിക്കും. ഫുൾ ലൈനും കമ്പൈൽ ചെയ്തതിന് ശേഷമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായി? കമ്പൈലർ എന്ന് പറയുമ്പം എൻ്റെ സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ എൻ്റെ സോഴ്സ് ഫയൽ, നമ്മുടെ ഇപ്പം എൻ്റെ hello.cന്റെ ഇതിലെ കോഡിനെയാണ് ഞാൻ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അപ്പം hello.cയിലെ നമ്മുടെ പ്രോഗ്രാമിലെ ഫുൾ ലൈനും വായിച്ചതിന് ശേഷമായിരിക്കും, ഫുൾ ലൈനും വായിക്കുന്ന വെച്ചാൽ ഫുൾ ലൈനും കമ്പൈൽ ചെയ്തതിന് ശേഷമായിരിക്കും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് കമ്പൈലറിന്റെ കേസിൽ. പക്ഷെ ഇന്റർപ്രറ്ററിന്റെ കേസിൽ എന്ന് പറയുമ്പം ഇന്റർപ്രറ്റർ ആദ്യം ഫസ്റ്റ് ലൈൻ എടുക്കും, അതിനെ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യും, അതിനെ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ പോയി രണ്ടാമത്തെ ലൈൻ എടുക്കും, അതിനെ കൺവേർട്ട് ചെയ്യും, അതിനെ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ലൈൻ എടുക്കും, കൺവേർട്ട് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ആ രീതിയിലായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് എക്സാം നടക്കുക, അപ്പം എനിക്കൊരു ടോപ്പിക്ക് അറിയില്ല. ഞാൻ അപ്പോൾ ഓടിപ്പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞു തരുമോ? അവർക്ക് എനിക്ക് 2 രീതിയിൽ ആൻസർ പറഞ്ഞു തരാൻ പറ്റും. ഒന്നെങ്കിൽ എന്താണ് ആ ടോപ്പിക്ക്, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ഫുൾ വായിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ആ സെയിം കാര്യമാണ് കമ്പൈലർ ചെയ്യുന്നത്. കമ്പൈലർ ആദ്യം ഓവറോൾ മൊത്തം വായിക്കും, എന്നിട്ട് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലൈൻ വായിക്കുക, അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക, അടുത്ത ലൈൻ വായിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി തരിക, അങ്ങനെ ചെയ്യാം. അതാണ് ഇന്റർപ്രറ്റർ ചെയ്യുന്നത്. ഇന്റർപ്രറ്റർ ഫസ്റ്റ് ലൈൻ വായിക്കും, അത് കൺവേർട്ട് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, പിന്നത്തെ ലൈൻ വായിക്കും, കൺവേർട്ട് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇന്റർപ്രറ്റർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവർ തമ്മിലുള്ള ടൈം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ കമ്പൈലർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കോഡ് മൊത്തം അനലൈസ് ചെയ്യാൻ കുറെ ടൈം വേണം. കാര്യം എന്ന് വെച്ചാൽ അത് അറ്റ് എ ടൈം മൊത്തം കോഡ് ഇരുന്നാണ് നോക്കുന്നത്. അപ്പൊ അനലൈസ് ചെയ്യാൻ കമ്പൈലറിന് കുറെ ടൈം വേണം. പക്ഷെ ഇന്റർപ്രറ്ററിന്റെ കേസിൽ അറ്റ് എ ടൈം അത് ഒരു ലൈനേ നോക്കുന്നുള്ളൂ. അപ്പൊ അനലൈസ് ചെയ്യാൻ ഇന്റർപ്രറ്ററിന് ടൈം കുറവാണ്. പക്ഷെ എക്സിക്യൂഷൻ ടൈം നമ്മൾ കൺസിഡർ ചെയ്താലോ, കമ്പൈലറിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, കുറച്ച് സമയം മതി. കാര്യം അത് മൊത്തവും വായിച്ചതിന് ശേഷമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് എക്സിക്യൂഷൻ ടൈം കുറച്ച് മതി. പക്ഷെ ഇന്റർപ്രറ്ററിന്റെ എക്സിക്യൂഷൻ ടൈം നമ്മൾ നോക്കിയാലോ, ഫസ്റ്റ് ലൈൻ തൊട്ട് ലാസ്റ്റ് ലൈൻ വരെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ എന്ത് വേണം, കുറേ സമയം വേണം. കാരണം അത് ഓരോ ലൈൻ എടുത്തെടുത്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കമ്പൈലറും ഇന്റർപ്രറ്ററും എന്താണെന്നും അതിന്റെ ഡിഫറൻസും ജസ്റ്റ് മനസ്സിലായല്ലോ. നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടിട്ട് കുറേ എന്തൊക്കെയോ പറയുന്നു വെച്ചിട്ട് നിങ്ങൾ ഒട്ടും അറിയിടാവേണ്ട. കാരണം കമ്പൈലർ ആണെങ്കിലും ഇന്റർപ്രറ്റർ ആണെങ്കിലും അസംബ്ലർ ആണെങ്കിലും അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ കോഴ്സിൽ പഠിക്കും. ഇത് ജസ്റ്റ് ഞാൻ ഒരു പ്രോഗ്രാം പഠിക്കുന്നതിന് മുന്നേ, ഒരു സി പ്രോഗ്രാം പഠിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഇൻട്രോ ആയിട്ട് ജസ്റ്റ് അതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ അല്ലാതെ എന്തെങ്കിലും അയ്യോ ഇതെന്തൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ കുറേ ടേംസ് പറഞ്ഞു, അതൊന്നും വറീഡാവണ്ട. ഇനിയുള്ള കോഴ്സുകളിൽ ഇനിയുള്ള ട്യൂട്ടോറിയൽസും വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. ഞാൻ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ. ഇനി അടുത്ത നമുക്ക് സിന്റെ ഹിസ്റ്ററി നോക്കാം. ഓക്കെ. നമ്മളപ്പം 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞു, ലോ ലെവൽ ലാംഗ്വേജ് പറഞ്ഞു. ലോ ലെവൽ ലാംഗ്വേജിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മെഷീൻ കോഡും വരും, അസംബ്ലി കോഡും വരും. അതിൽ മെഷീൻ കോഡും അസംബ്ലി കോഡും എന്ന് പറയുന്നതും എന്താണ്, മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ അടുത്ത മിഡ് ലെവൽ ലാംഗ്വേജിലേക്കും ഹൈ ലെവൽ ലാംഗ്വേജിലേക്കും പോയത്. മിഡ് ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിളാണ് നമ്മളുടെ സി. നമുക്കപ്പോൾ ഇനി സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പഠിക്കണം. കാരണം നമ്മൾ സി പ്രോഗ്രാമിങ്ങിന്റെ കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. സി ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഡെന്നിസ് റിച്ചിയാണ്. അതുകൊണ്ടിട്ട് തന്നെ പുള്ളീനെയാണ് നമ്മൾ ഫാദർ ഓഫ് സി പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത്. അത് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്താൽ മറ്റേ നമ്മൾ കുഞ്ഞൊക്കെ ഉണ്ടായി എന്ന് പറയത്തില്ല, കുഞ്ഞിൻ്റെ ബർത്ത്ഡേ, അതുപോലെ 1972 സി പ്രോഗ്രാം ഇവിടെ ബെൽ ലബോറട്ടറി, USA ബെൽ ലബോറട്ടറീസിലാണ് സി പ്രോഗ്രാം ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്.
അതപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണ് അതിന് സി എന്നൊക്കെ പേരിട്ടത്. അപ്പോൾ സിക്ക് മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് ലാംഗ്വേജാണ് BCPL എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബേസിക് കമ്പൈൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതിനൊക്കെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് B എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയാണ് നമ്മുടെ C പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ Bക്ക് കുറച്ചും കൂടി ഉയർന്നത്, Bയിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുത്തിയതായതാണ് B കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആയിട്ടുള്ള C വെച്ചിട്ട് C ലാംഗ്വേജിന് പേര് വന്നത്. ഓക്കെ, ഇനി ഇത് ആദ്യം യൂസ് ചെയ്തത് എവിടെയാണെന്ന് നോക്കാം. അത് ആദ്യം യൂസ് ചെയ്തത് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. കാര്യം എന്ന് വെച്ചാൽ 1969 ഈ തോംസണും റിച്ചിയും കൂടി നമ്മുടെ യൂണിക്സ് OS ഒക്കെ ഡെവലപ്പ് ചെയ്തു. പക്ഷെ അത് ഡെവലപ്പ് ചെയ്തത് ഏതിലാണ്? അസംബ്ലി കോഡിലാണ്. അസംബ്ലി കോഡിൽ ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു ഹ്യൂജ് ആയിരിക്കും, ഭയങ്കര വലിയ കോഡായിരിക്കും, പ്രോഗ്രാം ആയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോഡ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് അസംബ്ലി കോഡിലാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു അസംബ്ലി കോഡിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ അത് ഓരോ മെഷീനിനനുസരിച്ച് നമ്മൾ കോഡ് മാറ്റി എഴുതിക്കൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ ഇത്രയും OS എന്ന് പറഞ്ഞാൽ അതിന് വലിയ കോഡായിരിക്കും, അത് ഓരോ മെഷീനനുസരിച്ച് മാറ്റി എഴുതാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് 1972 C പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തത്. അപ്പം റിച്ച് എന്ത് ചെയ്തു, നമ്മുടെ യുണിക്സിലുള്ള കോഡെല്ലാം എന്ത് ചെയ്യുന്നു, യൂണിക്സിലെ അസംബ്ലി കോഡെല്ലാം മാറ്റി അത് സിയിൽ റിട്ടേൺ ചെയ്ത് എഴുതി. അതിപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. C പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ ഉള്ള, ഇപ്പം വിൻഡോസ് ആണെങ്കിലും ലിനക്സ് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ഏത് ഇപ്പോൾ ഉള്ള മോസ്റ്റ്ലി ഉള്ള ഏത് OSന്റെയും കേർണൽ എടുത്ത് നോക്കിയാൽ അതിപ്പോഴും എന്താണ് റിട്ടേൺ ചെയ്തേക്കുന്നത് C പ്രോഗ്രാമിലാണ്. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ C ഡെവലപ്പ് ചെയ്തേക്കുന്നത് 1972. ഇത്ര ഇയറായി കുറേ ലാംഗ്വേജസ് വന്നു, പക്ഷെ നമ്മൾ സ്റ്റിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കേർണലായിട്ട് അതിനെ യൂസ് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലൊക്കെ പ്രൈമറി ആയിട്ട് നമ്മൾ പഠിക്കുന്നത് C പ്രോഗ്രാമാണ്. അത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് മാത്രമല്ല, വേറെ ബ്രാഞ്ചസ് എടുത്താലും എല്ലാവരും പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് C പ്രോഗ്രാമിംഗ്. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ നോക്കാം. അപ്പം ഇന്നത്തെ ഒരു ട്യൂട്ടോറിയൽ ജസ്റ്റ് ഞാനൊരു ഇൻട്രോ, എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ് അതൊക്കെയുള്ളത് ജസ്റ്റ് എന്ന് പറയാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആക്ച്വലി അടുത്ത വീഡിയോ തൊട്ടിട്ടായിരിക്കും സിയിലേക്ക് നമ്മൾ കുറച്ച് ഡെപ്തിൽ പോയിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.